ഒരിക്കൽ ഒരാളുടെ കുതിര അദ്ദേഹത്തിൻ്റെ തന്നെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലകപ്പെട്ടു. ആ മനുഷ്യൻ ആ കുതിരയെ കിണറ്റിൽ നിന്ന് കയറ്റുവാൻ വേണ്ടി നല്ല നല്ല ശ്രമങ്ങൾ നടത്തി. എന്നാൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയി. തനിക്കതിനെ വെളിയിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഒടുവിലായ ആ മനുഷ്യൻ ഇങ്ങനെ തീരുമാനിച്ചു, എന്തായാലും പ്രായമായ കുതിരയാണ്, ഇനിയിപ്പോൾ അതിൽ നിന്ന് കയറ്റിയാലും അധിക നാളൊന്നും എനിക്ക് വേണ്ടി സേവ ചെയ്യാനോ എന്നെ സഹായിക്കാനോ എൻ്റെ കാര്യങ്ങൾ നടത്താനൊന്നും അതിനെക്കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ ഒരു സാഹചര്യം എനിക്ക് വീണ് കിട്ടിയ അവസരമാണ്. അതുകൊണ്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഈ കിണറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കിണറും മൂടിക്കളയാം, അതോടുകൂടെ ആ കുതിരയും മണ്ണിനകത്ത് മൂടിയിടാം, അവസാനിപ്പിക്കാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ചിന്ത. താൻ കുറെ മണ്ണ് കൊണ്ടുവന്നു, ഓരോ കൊട്ടയായിട്ട് ആ കിണറ്റിലേക്ക് ഇട്ട് ഇതിനെ മൂടാൻ ശ്രമിച്ചു. എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഓരോ കുട്ട മണ്ണ് ഈ കിണറ്റിലേക്ക് ഇട്ട് അതിനെ മൂടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലൂടെ ആ കിണറിൽ വീഴുന്ന മണ്ണ് കുടഞ്ഞു കളഞ്ഞിട്ട് ഈ കുതിര ആ വീണ മണ്ണിൻ്റെ മുകളിലേക്ക് കയറി വീണ്ടും മണ്ണിട്ടു, വീണ്ടും ആ മണ്ണിനെ കുടഞ്ഞു കളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കയറി. ഒടുവിലായി ആ കിണർ ഏകദേശം മൂടത്തക്ക ലെവലിലായി കഴിഞ്ഞപ്പോഴും ഈ കുതിര ചെയ്ത പ്രവൃത്തി, തൻ്റെ ആ പ്രവൃത്തി മടുത്തില്ല, അത് അവസാനിപ്പിച്ചില്ല. അതിൻ്റെ ശക്തി എന്താണെന്ന് അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉടയവന്, അതിൻ്റെ യജമാനന് വെളിപ്പെടുത്തിക്കൊണ്ട് ആ ശരീരത്തിലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് ആ മുകൾ തട്ടിലേക്ക് കയറി നിന്ന് അവിടുന്ന് അനായാസം ആ കിണറിൻ്റെ മുകളിലേക്ക് ആ കുതിര വന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ചിന്തിച്ചത് കഴിഞ്ഞു എന്ന, എന്നാൽ ആ കുതിരയിലുള്ള ശക്തി, അതിൻ്റെ കോൺഫിഡൻസ് അതൊരിക്കലും ചോർന്നു പോയില്ല എന്നുള്ളതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിലും പലപ്പോഴും നമുക്ക് കഴിവുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സാഹചര്യങ്ങളുള്ളപ്പോൾ അതെല്ലാം മറ്റുള്ളവർ ഉപയോഗിക്കും, നമ്മെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. എന്നാൽ ഇതെല്ലാം അസ്തമിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ നമ്മെ ഉപയോഗിച്ച ആളുകൾ നമ്മളെ പതുക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും. അത് മനുഷ്യ സഹജമാണ്. നമ്മളിൽ എല്ലാവരിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ്. എന്നാൽ ഭയപ്പെടേണ്ടെന്നേ, ഭാരപ്പെടേണ്ടെന്നേ. ആരൊഴിവാക്കാൻ ശ്രമിച്ചാലും, ആരില്ലാതാക്കാൻ ശ്രമിച്ചാലും, ആര് നമ്മുടെ ചരിത്രം മൂടാൻ ശ്രമിച്ചാലും, നമ്മിൽ ഒരു ദൈവ ഭയമുണ്ടെങ്കിൽ, നമ്മിൽ ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ, ആ ശക്തിയാൽ ഈ പറയപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും, അതിൽ നിന്ന് ഉണരാൻ കഴിയും. ആരടിച്ചമർത്താൻ ശ്രമിച്ചാലും അടിക്കടി ഉയരുവാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയുടെ ഉടമയായി മാറാൻ, അതൊരു ദൈവിക ശക്തിയായി മാറാൻ, ആ ശക്തിക്ക് കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുടക്കീഴിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് പോലും നമ്മെ മൂടിക്കളയാൻ, തകർച്ചു കളയാൻ, ഇല്ലാതാക്കാൻ, ശൂന്യമാക്കി കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഏത് സാഹചര്യങ്ങൾ ആര് നമുക്കെതിരായി കൊണ്ടുവന്നാലും സാഹചര്യങ്ങളിൽ നിന്ന് ശക്തിയോടെ ആ കൊണ്ടുവരുന്ന എതിർ സാഹചര്യങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതുജീവനിലേക്ക്, ഒരു പുതിയ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുന്ന കരുത്തുള്ളവരായി, ശാരീരികമായും മാനസികമായും കരുത്തുള്ളവരായി മാറാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.